അസ്സലാമലൈക്കും, വെൽക്കം ടു Izzastastytricks. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പൊട്ടാറ്റോ റോളാണ്. ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ്, പൊട്ടാറ്റോ ഞാനിവിടെ വേവിച്ച് വെച്ചതാണ്. ഉള്ളി, ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. മൈദ, കുറച്ച് മല്ലിച്ചപ്പ്, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ ബ്രെഡ് പൊട്ടാറ്റോ റോൾ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രെഡിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് ബ്രെഡ് ക്രംസ് ആക്കി മാറ്റാം. അങ്ങനെ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായി ഒടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളാക്കി ഓരോ ഷേപ്പിലേക്ക് മാറ്റാം. നമുക്ക് ഓരോ ഉരുളാക്കി നീളത്തിലുള്ള ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഓരോ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഓരോ ബ്രെഡും പരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച് ഉരുളക്കിഴങ്ങ് വെക്കാം. അതിനുശേഷം മൈദവെള്ളം നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് റോളാക്കി മാറ്റാവുന്നതാണ്. നമുക്കിനി ഓരോ റോളും ഇങ്ങനെ മാറ്റിയെടുക്കാം. നമുക്കിനി ഓരോ റോളും മൈദവെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസിലൊന്ന് നന്നായി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഓരോ റോളും ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ റോളും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ റോളും പൊരിച്ചെടുക്കാം. ഞാനിവിടെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങളിത് മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ടൈം എടുത്ത് പൊരിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് പൊരിക്കാൻ ശ്രമിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു വരും. അങ്ങനെ നമ്മൾ ഏകദേശം ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് പൊട്ടാറ്റോ റോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പൊട്ടാറ്റോ റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയായിരിക്കും സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.